ഇപ്പോൾ എൻ്റെ കൂടെ ഈ സ്റ്റുഡിയോയിൽ കണ്ണൂർ വിഷൻ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് ഗൗരി നന്ദ്യയാണ്. ഗൗരി നന്ദ്യ ഹൈസ്കൂൾ വിഭാഗം സംസ്കൃതം കവിതാരചന 1ാം സ്ഥാനം നേടിയാണ്. രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ ചൊക്ലിയിലാണ് ഗൗരി നന്ദ്യ പഠിക്കുന്നത്. അപ്പോൾ ഗൗരിയുടെ വിശേഷങ്ങൾ, ഗൗരിയുടെ താല്പര്യങ്ങൾ, ഗൗരിയുടെ ഇഷ്ടങ്ങൾ, ഗൗരിയുടെ ആഗ്രഹങ്ങളൊക്കെ കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. എന്തൊക്കെയുണ്ട്? നമസ്കാരം. നമസ്കാരം. അടിപൊളി. ഓക്കെ, എന്താണ് സംസ്കൃതം കവിതാരചന അല്ലേ? എങ്ങനെയുണ്ട് മത്സരമൊക്കെ? എങ്ങനെയുണ്ട് കവിതാരചനയിൽ? കുഴപ്പമില്ലായിരുന്നു. എന്തായിരുന്നു സബ്ജക്ട് വന്നത്? ബാല്യകാലം. എന്താണ്? ബാല്യകാലം. ബാല്യകാലം. ഓക്കെ, അപ്പോൾ ഗൗരിയുടെ ബാല്യകാലമാണോ എഴുതി വെച്ചിരിക്കുന്നത്? അതെ. അതല്ലേ. എന്താണ് എന്തൊക്കെ എഴുതിയത്? മധുരമായിട്ടുള്ള ഒരു ബാല്യം. അമ്മയുടെ മൈക്കൊന്ന് അടുത്ത് വെച്ച് പറയും. അമ്മയുടെ താരാട്ടവട്ടും പിന്നെ കൂട്ടുകാരോടൊപ്പമുള്ള അല്ലോ അമ്മയുടെ താരാട്ടുപാട്ട്, ഗൗരി ചെറിയ കാലഘട്ടത്തിൽ ആസ്വദിച്ച കാര്യങ്ങൾ, അതൊക്കെയാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? അതെ. മത്സരാർത്ഥികൾ കുറെ ഉണ്ടായിരുന്നു? 15 മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു. 15 മത്സരാർത്ഥി ഉണ്ടായിരുന്നു. ഓക്കെ, എത്ര സമയം മുന്നെയാണ് ഈ ഒരു സബ്ജക്ട് തരുന്നത് നിങ്ങൾക്ക്? അവിടെ ഇരുന്ന് സബ്ജക്ട് തരും. അവിടെ ഇരുന്നാൽ അപ്പൊ സബ്ജക്ട് തരും. അവിടെ ഇരുന്നാല് അപ്പൊ അന്നേരം എഴുതണം. 2 മണിക്കൂർ സമയമൊന്നുമില്ല, പ്രിപ്പറേഷൻ സമയം തരാറില്ല. ഇല്ല. ഓക്കെ, എന്താണ് സംസ്കൃതം ഇഷ്ടപ്പെടാൻ, മോളിത്ര സംസ്കൃതം ഇഷ്ടപ്പെടാൻ കാരണം? സംസ്കൃതം LP UP എല്ലാം സംസ്കൃതം എടുത്ത് സംസ്കൃതം ഇതാക്കി വന്നതാണ്. വളരെ ഇഷ്ടപ്പെട്ട വിഷയമാണ് അല്ലെ? അല്ലെങ്കിൽ വളരെ ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് ആണ് അല്ലേ? അതെ. ഓക്കെ, സംസ്കൃതത്തില് നമുക്ക് സാധാരണ രീതിയിൽ ഒരുപാട് ഇതുണ്ട്. ഒരുപാട് പണ്ടെപ്പോഴും റേഡിയോയിൽ കേൾക്കുന്ന ഒരു സംസ്കൃത വാർത്തകളുണ്ട്. മനസ്സിലായില്ലേ? കേൾക്കാറുണ്ടോ? പണ്ടൊക്കെ ചെറുപ്പം കേൾക്കാറുണ്ടോ? പിന്നെ ഗൗരിയുടെ അച്ഛനമ്മക്കൊക്കെ അറിയാൻ സാധിക്കും. സംസ്കൃത വാർത്ത റേഡിയോയിൽ സ്ഥിരമായിട്ട് ഉണ്ടാവാറുണ്ട്. കേൾക്കാറുണ്ടോ? UP സ്കൂളിൽ പഠിക്കുമ്പോ അവിടെയുള്ള ടീച്ചർ സ്കൂൾ ഗ്രൂപ്പിൽ ഇടും വാർത്തകൾ, സംസ്കൃത വാർത്തകൾ. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് അമ്മ, അച്ഛൻ, അനിയത്തി, ഞാൻ. ഒരു മോളാണ്? അല്ല, അനിയത്തി ഉണ്ട്. അനിയത്തി ഇപ്പോ 7th പഠിക്കുന്നു. എന്തെങ്കിലും നെർവസ് ആവുന്നേ? സമ്മാനം കിട്ടിയതാണോ? സമ്മാനം കിട്ടിയതിന്റെ സംസ്ഥാന തലത്തിലേക്ക് പോകുന്നതുകൊണ്ടാണോ ഇങ്ങനെ ഒരു നെർവസ് ആവുന്നൊന്നുമല്ലല്ലോ അല്ലെ? കൂളായിട്ടിരിക്കണം. വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ നമ്മൾ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ കൂളായിട്ടൊന്ന് സംസാരിച്ചാൽ മതി. ഓക്കെ, ആരാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യാറ്? നോക്ക്. അമ്മ. വീട്ടിലമ്മയാണ്. സ്കൂള് ടീച്ചേഴ്സ്. ഓക്കെ, സന്തോഷം. അപ്പൊ ആര് ആവണം എന്നാണ് ആഗ്രഹം? എന്തായാലും ഒരു ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ. സംസ്കൃതം തന്നെ മുന്നോട്ട് കൊണ്ടുപോയി ഒരു സംസ്കൃതം ടീച്ചർ ആവാനാണ്. സ്കൂളിലെ സംസ്കൃതം ടീച്ചറാണ് മാതൃക? അതെ അല്ലേ, മാതൃക. ആ ടീച്ചർ നമ്മുടെ സംസ്കൃതം ടീച്ചറെ പാത തന്നെ പിന്തുടർന്ന് സംസ്കൃത അധ്യാപികയായിട്ടും ആണ് ആഗ്രഹം അല്ലേ? ഓക്കെ, പെട്ടെന്ന് തന്നെ ആവട്ടെ, പെട്ടെന്ന് തന്നെ നടക്കട്ടെ. പിന്നെ എന്തായാലും ഒരുപാട് സംസ്ഥാനത്ത് ആദ്യമായിട്ട് പോവാണല്ലോ. ഒരുപാട് സമ്മാനങ്ങളൊക്കെ നേടിയിട്ട് നമ്മുടെ സ്കൂളിന് രാമവിലാസം ഹയർ സെക്കൻഡറി ചൊക്ലിക്ക് നല്ല അഭിമാനമാകുന്ന നേട്ടങ്ങളൊക്കെ ഉണ്ടാവട്ടെ. കണ്ണൂർ വിഷൻ നൽകുന്ന നല്ലൊരു സമ്മാനമുണ്ട്, വളരെ നല്ല സമ്മാനം. ഈ ഒരു സമ്മാനത്തിൽ തുടങ്ങിയിട്ട് ഒരുപാട് സമ്മാനങ്ങൾ ഇനിയും നേടാനാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, അടിപൊളി. ശരി, സന്തോഷമായല്ലോ അല്ലേ?